നിർവഹിക്കുന്നത്, മുസ്ദലിഫയിൽ രാപാർക്കുന്നത്, പരിശുദ്ധമായ കഅബ തവാഫ് ചെയ്യുന്നത്, പരിശുദ്ധമായ സഅയ് എന്ന പുണ്യകർമ്മം നിർവഹിക്കുന്നത്, ആ പരിശുദ്ധമായ ഹജ്ജിന്റെ അമലുകൾ മുഴുവനും പൂർത്തീകരിക്കുന്നത് വരെയും അവൻ ആ വസ്ത്രമാണ് ധരിക്കുന്നത്. മറ്റൊരു വസ്ത്രം അവൻ ധരിക്കുന്നില്ല. തുന്നപ്പെട്ടതായ ഒരു വസ്ത്രവും ധരിക്കാതെയാണ് ഈ മനുഷ്യൻ പരിശുദ്ധമായ കഅബയിൽ ഹാജിയായി കഴിയുന്നത്. അങ്ങനെ പരിശുദ്ധമായ ഇഹ്റാമിന്റെ വസ്ത്രം ധരിച്ച് അവൻ പരിശുദ്ധമായ അമല് ചെയ്യുന്നു. പിന്നെ ആഖിറത്തിലേക്കുള്ള യാത്രയായിരുന്നു. അതായത് മീഖാത്ത്, ആ പരിശുദ്ധമായ ആഖിറത്തിൻ്റെതായ ഒരു അതിർത്തിയായിട്ടാണ് മഹാന്മാർ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഹജ്ജ് കഴിയുമ്പോൾ, അതായത് പരിശുദ്ധമായ ഹജ്ജ് എന്ന പുണ്യകർമ്മം നിർവഹിക്കുകയാണ്. ഹജ്ജ് എന്ന പുണ്യകർമ്മം നിർവഹിക്കുമ്പോൾ പരിശുദ്ധമായ തവാഫ് നിർവഹിക്കുന്നു. ആ തവാഫ് നിർവഹിക്കുമ്പോൾ നമുക്ക് ഹജറുൽ അസ്വദിന്റെ അടുക്കലേക്ക് എത്തുകയാണ്. പരിശുദ്ധമായ ഹജ്ജ് എന്ന പുണ്യകർമ്മം നിർവഹിക്കാൻ വേണ്ടി പോകുമ്പോൾ ആദ്യമായിട്ട് നാം പോകുന്നത് ഹജ്ജിൻ്റെതായ മീഖാത്തിലേക്ക് പോവുകയാണ്. ആ മീഖാത്ത് മുതലാണ് ഹജ്ജിന് വേണ്ടിയിട്ട് തുടക്കം കുറിക്കുന്നത്. ആ മീഖാത്തിൽ പോയിട്ടാണ് പരിശുദ്ധമായ ഇഹ്റാം നിർവഹിക്കുന്നത്. പുതുവസ്ത്രങ്ങളെല്ലാം ധരിച്ചുകൊണ്ട് ഇഹ്റാമിൽ ചെന്ന്, പരിശുദ്ധമായ മീഖാത്തിൽ ചെന്ന് ഇഹ്റാം ചെയ്യുകയാണ്. ഇഹ്റാമിന്റെ പരിശുദ്ധമായ 2 സുന്നത്ത് നമസ്കാരം നിർവഹിച്ചുകൊണ്ട് പരിശുദ്ധമായ അമലുകളിലേക്ക് തുടക്കം കുറിക്കുകയാണ്. ആ പരിശുദ്ധമായ കർമ്മങ്ങളെല്ലാം നിർവഹിക്കുന്നു. അങ്ങനെ കർമ്മങ്ങളെല്ലാം നിർവഹിക്കുന്നതിലൂടെ, പശ്ചാത്തപിക്കുന്നതിലൂടെ, അല്ലാഹുവിലേക്ക് അവൻ ചെയ്തതായ തെറ്റുകളെല്ലാം ഏറ്റു പറയുന്നതിലൂടെ അവൻ ഒരു പുതിയ മനുഷ്യനായി മാറുകയാണ്. അവൻ്റെതായ ചിന്തകളിൽ, അവന്റെ കർമ്മങ്ങളിൽ, അവന്റെ സ്വഭാവങ്ങളിൽ എല്ലാം മാറ്റമുണ്ടാവുകയാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, സമിഅതു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായിട്ട് ഞാൻ കേട്ടു, മൻ ഹജ്ജ ലില്ലാഹ് ഫലം യർഫുദ് വലം യഫ്സുഖ് റജഅക യൗമ വലദതുഹു ഉമ്മുഹു. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നതായിട്ട് ഞാൻ കേട്ടു. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആരെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി പരിശുദ്ധമായ ഹജ്ജ് എന്ന പുണ്യകർമ്മം നിർവഹിച്ചു, വലം യർഫുസ് വലം യഫ്സുഖ്, അവൻ മോശത്തരങ്ങൾ പ്രവർത്തിച്ചില്ല, മോശമായി സംസാരിച്ചില്ല, മോശമായ പ്രവർത്തനങ്ങൾ അവനിൽ കടന്നുകൂടിയില്ല, അങ്ങനെ ചിന്തിച്ചില്ല, അപ്രകാരം പരിശുദ്ധമായ കഅബാലയത്തിൽ പോയി പരിശുദ്ധമായ ഹജ്ജ് എന്ന പുണ്യകർമ്മം അവൻ നിർവഹിച്ചാൽ, ആ പരിശുദ്ധമായ കർമ്മം നിർവഹിച്ചിട്ട് അവൻ മടങ്ങുന്ന സമയമുണ്ടല്ലോ, റജഅക യൗമ വലദതുഹു ഉമ്മുഹു, അവന്റെ ഉമ്മ പ്രസവിച്ചതായ ദിവസം എപ്രകാരം അവൻ പരിശുദ്ധമാണോ, റജഅക യൗമ വലദതുഹു ഉമ്മുഹു, അവന്റെ ഉമ്മ പ്രസവിച്ചത് എപ്രകാരമാണോ അപ്രകാരമായ നിലയിൽ ഒരു പരിശുദ്ധവാനായ കുട്ടിയെ പോലെയാണ് പരിശുദ്ധമായ ഹജ്ജ് എന്ന പുണ്യകർമ്മം നിർവഹിച്ചതായ ഒരു മനുഷ്യൻ മടങ്ങി വരുന്നതെന്ന് സയ്യിദുനാ വഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കി തരുമ്പോ, പരിശുദ്ധമായ ഹജ്ജ് എന്ന പുണ്യകർമ്മത്തിന് വേണ്ടിയിട്ട് ധാരാളം സമ്പത്ത് ചിലവഴിച്ചവരാണ്, ധാരാളം വളരെയധികം കഷ്ടതകളും യാതനകളും വേദനകളും സഹിച്ചുകൊണ്ട് ഒരുപാട് ത്യാഗത്തിലൂടെയാണ് ആ പരിശുദ്ധമായ പുണ്യകർമ്മം നിർവഹിച്ചത്, പരിശുദ്ധമായ ആ സൽക്കർമ്മം നിർവഹിച്ചത്, പരിശുദ്ധമായ ആ ത്യാഗം ചെയ്തത്, പരിശുദ്ധമായ ആ യാത്ര ചെയ്തത്, പരിശുദ്ധമായ അറഫയിൽ നിന്നത്, പരിശുദ്ധമായ മുസ്ദലിഫയിൽ യരാപാർത്തത്, അതുപോലെ പരിശുദ്ധമായ തവാഫ് ചെയ്തത്, പരിശുദ്ധമായ സഅയ് കർമ്മം നിർവഹിച്ചത്, അതുപോലെ പരിശുദ്ധമാക്കപ്പെട്ടതായ കർമ്മങ്ങളെല്ലാം നിർവഹിച്ചത്, വളരെയധികം ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടാണ് ആ പരിശുദ്ധമായ ഹജ്ജ് എന്ന പുണ്യകർമ്മം സ്വീകരിക്കണോ, ആ പരിശുദ്ധമായ പുണ്യകർമ്മം അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യോഗ്യമായ അമലായി മാറണോ, അവന്റേതായ പ്രവർത്തനം പരിശുദ്ധമായ ഹജ്ജ് എന്ന പുണ്യകർമ്മത്തിന് ശേഷം മാതൃകാപരമായ ഒരു പ്രവർത്തനമായിരിക്കണം. അല്ലാഹുവിന്റെ റസൂലിന്
തൃപ്തിപ്പെട്ടതായ പ്രവർത്തനമായിരിക്കണം. ജനങ്ങളോട് നല്ല രീതിയിൽ വർദ്ധിക്കുന്നവനാകണം. അതുപോലെ അവൻ്റെതായ പ്രവർത്തനങ്ങളിൽ ഇബാദത്തുകളിൽ മാറ്റം വരണം. ഇന്നലെ പോലെയുള്ള ഇബാദത്തല്ല ഇന്നാകേണ്ടത്, ഇന്നത്തെ പോലെയുള്ള ഇബാദത്തല്ല നാളെയാകേണ്ടത്. അവന്റെ മരണം അവനിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് തന്നെ, അതുപോലെ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവന്റെ അടുക്കലേക്ക് കടന്നു വരുന്ന നിമിഷം വരെയും അവൻ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നവനാകണം. അല്ലാഹുവിന്റെ പൊരുത്തത്തിലായ ജീവിതമായിരിക്കണം. അങ്ങനെ ജീവിതം നയിക്കുമ്പോൾ ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവന്റെ റൂഹിനെ പിടിച്ച് അല്ലാഹുവിന്റെ സമക്ഷത്തിലേക്ക് പോകുമ്പോൾ അവൻ നല്ലൊരു മനുഷ്യനായിട്ടായിരിക്കും അല്ലാഹുവിന്റെ അടുക്കലേക്ക് യാത്രയാകുന്നത്. നല്ലൊരു ഹാജിയായിട്ടായിരിക്കും, നല്ലൊരു ഹജ്ജുമ്മയായിട്ടായിരിക്കും അല്ലാഹുവിന്റെ അടുക്കലേക്ക് യാത്രയാകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അങ്ങനെ ഒരു ഉമ്മ പ്രസവിച്ചതായ ദിവസം പോലെ, അങ്ങനെയുള്ള ഒരു കുട്ടിയുടെ ജന്മം പോലെ ആയിരിക്കണം ഒരു ഹാജി. അതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും പ്രവർത്തനം അപ്രകാരമാകണം. ഓരോ വർഷവും നമ്മളിൽ നിന്ന് കഴിഞ്ഞു കിടക്കുന്നു. 47 നമ്മളിൽ നിന്ന് കഴിഞ്ഞു കിടന്നു. അതായത് 1448 നമ്മളിലേക്ക് ഹിജ്റ വർഷം കടന്നു വരുമ്പോ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് മാറ്റമുണ്ടാകണം. നമ്മുടേതായ പ്രവർത്തനങ്ങളെല്ലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇഷ്ടപ്പെട്ട പ്രവർത്തനമാകണം. ഓരോ നിമിഷവും നമ്മളിൽ നിന്ന് കഴിഞ്ഞു കടന്നു പോകുമ്പോ നമ്മളിലേക്ക് മരണമാണ് അടുത്തുകൊണ്ടിരിക്കുന്നത്, നമ്മളിലേക്ക് ഖബറാണ് അടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് നാം എപ്പോഴും ചിന്തിക്കണം. ഓരോ നമ്മുടെ ചൂട്ടടിയും ഖബറിലേക്കാണ്. ആ ഖബറിലേക്കുള്ള നടത്തമാണ് ഓരോ ദിവസങ്ങളും നമ്മളിൽ നിന്ന് കഴിഞ്ഞു കടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരന്മാരെ, മഹാന്മാര് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കി തരികയാണ്.